നമസ്കാരം. കുവൈറ്റ് സിറ്റിയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിരവധി പേർ മരിച്ചത് അതീവ ദുഃഖകരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അപകടത്തിൽ ജീവൻ നഷ്ടമായവരിൽ നിരവധി മലയാളികളുണ്ട് എന്നത് നടുക്കം വർദ്ധിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കാൻ കഴിയട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മംഗൾഫിലെ കമ്പനി ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ അടക്കം 49 പേർ മരിച്ചതായിട്ടാണ് വിവരം. പേരുകൾ പരിശോധിച്ചതിൽ നിന്ന് 25 പേർ മലയാളികളായിരിക്കാം എന്നാണ് ആദ്യ സൂചന. 7 മലയാളികളെ തിരിച്ചറിഞ്ഞു. പന്തളം സ്വദേശി ആകാശ് എസ് നായർ 23 വയസ്സ്, കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഉമറുദ്ദീൻ ഷമീർ 33 വയസ്സ്, കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്ത് 34 വയസ്സ്, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ 68 വയസ്സ്, കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു 29 വയസ്സ്, കോന്നി അട്ടച്ചാക്കൽ സജു വർഗീസ് 56 വയസ്സ്, കൊല്ലം വെളിച്ചിക്കാല ലൂക്കോസ് 48 വയസ്സ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. മംഗൾഫിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന NTBC ക്യാമ്പിൽ തീപിടുത്തമുണ്ടായ സംഭവത്തെ തുടർന്ന് കുവൈറ്റ് നടപടികൾ കർശനമാക്കി. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തുന്ന കെട്ടിട ഉടമകൾക്കെതിരെ നടപടി എടുക്കുമെന്ന് കുവൈറ്റ് മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പറഞ്ഞു. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നതും അവർ നേരിടുന്ന അവഗണനയടക്കമുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കെട്ടിട ഉടമയെ കസ്റ്റഡിയിലെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ കുവൈറ്റ് കണ്ട ഏറ്റവും ദാരുണമായ സംഭവമാണ് ഇതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 2009 ഇതിനു മുൻപ് കുവൈറ്റിൽ നിരവധി ആളുകൾ മരിച്ച തീപിടുത്തമുണ്ടാകുന്നത്. അതിൽ 57 പേരാണ് മരിച്ചത്. ഭർത്താവ് 2ാം വിവാഹം കഴിച്ചതിൽ പ്രതിഷേധിച്ച് ഒരു കുവൈറ്റി വനിത നുസ്ര അൽ ഇനൈസി വിവാഹ ചടങ്ങുകൾ നടക്കുന്ന ടെൻറ്റിന് തീയിടുകയായിരുന്നു. ആളുകൾ ടെൻറ്റിനകത്ത് ആഘോഷം നടത്തുന്നതിനിടെ നുസ്ര ടെൻറ്റിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. സംഭവത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും മരിച്ചു. കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ നുസ്രയെ 2017 തൂക്കിലേറ്റി. അതേസമയം സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഫ്ളാറ്റിൽ തീ പടർന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നിയമലംഘനങ്ങൾ ശക്തമായി പരിശോധിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാനും സർക്കാർ ഉത്തരവിട്ടതായി റിപ്പോർട്ടുണ്ട്. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും അന്വേഷണം തീരുന്നതുവരെ കെട്ടിട ഉടമയെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും കസ്റ്റഡിയിൽ വയ്ക്കാനും ഉത്തരവിട്ടു. രാജ്യത്തെ വിവിധ കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനും ഉത്തരവിൽ പറയുന്നു. കെട്ടിടത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പരിശോധിക്കും. കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹ് പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.